ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ മുട്ട റോസ്റ്റും ചെമ്മീൻ മസാല കിഴിയുമാണ്. ഇത് രണ്ടും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന വെള്ളക്കാന്തരി റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിച്ചത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. രണ്ടും നന്നായിട്ട് തന്നെ വന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. ആദ്യം മീൻമുട്ട റോസ്റ്റിനുള്ള മീൻമുട്ടയൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം 1/2 കിലോ മീൻമുട്ടയുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഈ 2 റെസിപ്പിയും ഒരേ സമയത്ത് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ചെമ്മീൻ മസാലയ്ക്ക് വേണ്ടിയുള്ള ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ ഏകദേശം 1/2 കിലോയോളം ചെമ്മീനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് മീൻമുട്ട എന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ മസാലയ്ക്ക് വേണ്ടി 2 മീഡിയം സവോള, 2 ചെറിയ തക്കാളി, 3-4 പച്ചമുളക്, കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. മീൻമുട്ട ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് ചെമ്മീൻ മസാല നമുക്ക് റെഡിയാക്കാം. ആദ്യം ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പ്രോൺസ് ഒത്തിരി നേരം ഇട്ട് ഫ്രൈ ചെയ്യരുത്. അധികം സമയമായാൽ ഹാർഡായി പോകും. ഒരു 3-4 മിനിറ്റ് മതിയാവും വെന്ത് കിട്ടാൻ. ആദ്യം ഇട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന ചെമ്മീൻ കൂടി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി വഴന്നു കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം. തക്കാളി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇനി ഇതുകൂടി നമുക്ക് സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ നന്നായി മൂത്ത് കഴിയുമ്പോൾ തക്കാളി വേവാനായിട്ട് പാനൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം തക്കാളി അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം.
കുറച്ച് കറിവേപ്പില ചേർക്കാം. ചെറുതായി എരിഞ്ഞ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് പച്ചമുളക് ചേർക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 5-6 മിനിറ്റ് മസാലയെല്ലാം പ്രോൺസ് നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ ഇളക്കി നമുക്ക് എടുക്കാം. ഇപ്പം മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കിഴി റെഡിയാക്കാം. നന്നായി വാട്ടിയെടുത്ത വാഴയില ഒരു ബൗളിലേക്ക് വെച്ചു കൊടുക്കാം. ഉള്ളിൽ ചെറിയൊരു കഷ്ണം വാഴയില കൂടി വെക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെമ്മീൻ മസാല വെക്കാം. ഇനി ഇല 4 വശത്തു നിന്ന് ഞൊറിഞ്ഞെടുത്ത് വാഴനാര് കൊണ്ട് കെട്ടിയെടുക്കാം. ഇനി ഈ കിഴി ഒരു ചട്ടിക്കുള്ളിൽ വാഴയില ഇട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം. ചെറിയ തീയിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം. അടിയിലെ ഇല നന്നായി കളറൊക്കെ മാറിക്കഴിയുമ്പോൾ കിഴി റെഡിയാകും. കിഴി റെഡിയാകുന്ന സമയം കൊണ്ട് മീൻമുട്ട റോസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. സവോള നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ചെമ്മീൻ കിഴി എന്തായെന്നൊന്ന് നോക്കാം. അടിയിലുള്ള ഇലയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ കിഴി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മീൻമുട്ടയും തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മീൻമുട്ട നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ മീൻമുട്ട ഞാൻ പല രീതിയിൽ ഉണ്ടാക്കി നോക്കിയായിരുന്നു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സവോളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ നന്നായി മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീൻമുട്ട കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഒരു 5-6 മിനിറ്റ് പൊടികളെല്ലാം നന്നായിട്ട് മീൻമുട്ടയിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻമുട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ചെമ്മീൻ കിഴി കൂടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചെമ്മീൻ കിഴി നമുക്കൊന്ന് തുറന്നു നോക്കാം. വാഴയിലയുടെയും ചെമ്മീനിന്റെയും മസാലയുടെയും എല്ലാം കൂടി നല്ലൊരു മണമാണ് വരുന്നത്. ശരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ റെസിപ്പീസായ മീൻമുട്ട റോസ്റ്റും ചെമ്മീൻ മസാല കിഴിയും റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒപ്പം അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.